ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറും ചെയ്യാത്തൊക്കെ കഴിഞ്ഞിട്ട് ചട്ടിയും കുട്ടിയും പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അങ്ങനത്തെ അൽഹംദുലില്ലാ വീട്ടിലെത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല ആർക്കും. അങ്ങനത്തെ വീട്ടിലെത്തിയതിന് ശേഷം മുറ്റത്തെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. 2 ദിവസമായില്ല പൂട്ടിയിട്ടിട്ട് നല്ലോണം കച്ചറൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത്. അങ്ങനത്തെ നമ്മൾ ഷിബിലി മോനാണെന്നുണ്ടെങ്കിൽ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ആ സ്പോട്ടിൽ തന്നെ ഒഴിവാക്കുകയാണ് കേട്ടോ. പിന്നെ മോൾക്കാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ടല്ലേ ഒന്ന് വരുമ്പോഴും ഉറങ്ങിയത്. ആ ക്ഷീണം വിട്ടു മാറിയിട്ടില്ല കേട്ടോ. വന്ന സ്പോട്ടിൽ തന്നെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കിയത് എന്താണെന്ന് അറിയാം, ബാഗിൽ അലക്കാനുള്ളതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കല്ലേ. അപ്പോൾ പിന്നെ അതൊന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാമെന്ന് വെച്ചുട്ടോ. അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിലെത്തിയത് രാവിലെ 8 മണിക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് പൊറാട്ട വാങ്ങി പിന്നെ ചിക്കൻ മസാല തേച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴാണ് എത്തണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ സ്പോട്ടിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മസാല തേച്ചിട്ട് പോകുമ്പോഴേ വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനത്തെ പൊറാട്ട ചിക്കൻ പൊരിച്ചതും കൂടി ആക്കാമെന്ന് വെച്ചോ. എല്ലാവർക്കും നല്ലോണം വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ പിന്നെ പാല് വരുന്ന വഴിയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. അങ്ങനത്തെ പാൽ ചായയും ആക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ അൽഹംദുലില്ലാ ചായയൊക്കെ റെഡിയായി. അതിന് ശേഷത്തെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനുള്ള ഏർപ്പാടിലായിട്ടോ. ചായയൊക്കെ കുടി കഴിഞ്ഞതിന് ശേഷത്തെ നമ്മൾ ഷിബിലി മോൻ എന്നെ സഹായിക്കാനെന്നുള്ളത് കേട്ടോ. അവൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടുവച്ചു. ഈ കവറിൽ കിടക്കുന്ന ഡ്രസ്സ് എന്താണെന്ന് അറിയാം, അതൊക്കെ മണലായതാട്ടോ. മണലായത് ഞങ്ങൾ വേറെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷിബിലി മോനും ഫിനിമോളും കൂടിയാണ് കേട്ടോ അടിച്ചു വരുന്നത്. നമ്മൾ ഷിബിലി മോനും എന്നോട് പറഞ്ഞു, നിങ്ങൾ അകത്ത് പണി ചെയ്തോളൂ, ഞാനും ഫിനിമോളും കൂടി പുറത്ത് പണി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ഞാൻ അകത്ത് അടിച്ചു വരാനും പോയിട്ടോ. അവർ ചെയ്യട്ടെ എന്ന് വെച്ചു. എല്ലാ പണിയുമാണല്ലേ അവരും ചെയ്ത് പഠിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെന്നല്ലേ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനും പണിയെടുക്കാനൊക്കെ ഉള്ളത്. അങ്ങനത്തെ അൽഹംദുലില്ലാ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് അവർ 2 പേരും കൂടി. പിന്നെ അവന് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, പെട്ടെന്ന് പണി ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉമ്മച്ചി ഒരുപോലെ കടന്നിറങ്ങാം, ഏതായാലും വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അവരടിച്ചതിലൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്ത് ഈ ചെറിയ തിണ്ട് തുടക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഞാനിത് അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. പഴയ ഡ്രസ്സുകളൊക്കെ, പുതിയ ഡ്രസ്സ്, അതുപോലെ തന്നെ വെള്ള തുണികൾ അങ്ങനെയുള്ളതൊക്കെ പിന്നെ കല്ലിലും അലക്കാന്ന് വെച്ചു. എന്നും ഞാൻ സിറ്റ് ഔട്ടാണ് കേട്ടോ ആദ്യം അടിച്ചു വാരി. ഇന്ന് പിന്നെ റൂം സാൾ അടിച്ചു വരാൻ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ റൂം സാൾ ഞാൻ പെട്ടെന്ന് അടിച്ചു തീർത്തുട്ടോ. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ സിറ്റ് ഔട്ട് അടിക്കാൻ വരുന്നത്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷത്തെ ചോറ് വെച്ചു. പിന്നെ കുറച്ച് സാമ്പാർ വെച്ചു കേട്ടോ. പിന്നെ കുറച്ചും കൂടി ചിക്കൻ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പൊരിച്ചു. അപ്പോഴേക്കും വെള്ളം വണ്ടി വന്നു. അത് കഴിഞ്ഞൊക്കെ വന്നപ്പോഴേക്കത് ഞങ്ങൾ ഷിബിലി മോന് നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ ഞാൻ അടിച്ചാലൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടച്ചു. നമുക്ക് പിന്നെ ഉറങ്ങാനൊന്നും ടൈം ആയിട്ടില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി ഇഷ്ടം പോലെ കിടക്കല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ അലക്കാനുള്ളതൊക്കെ അലക്കി കഴിഞ്ഞാൽ കേട്ടോ എനിക്ക് സമാധാനമുള്ളൂ. അപ്പോൾ അതേ 2 ആൾ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഉറങ്ങി, നമ്മൾ ഷിബിലി മോനെ ഉറങ്ങിട്ടോ. നമ്മൾ ഷിബിലി മോൻ്റെ സൈക്കിളിൻ്റെ അവസ്ഥയിലിട്ട് കിടക്കുന്നത്. എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം അതിനുണ്ടാവും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ടയറിന് എന്തോ കുഴപ്പമുണ്ടായിട്ട് അത് ഊരി വെച്ചാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ പിന്നെ നമ്മളെ പുറത്തെ അടുക്കളയൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ മെഷീനിലിട്ടതൊക്കെ അലക്കി കഴിഞ്ഞ് ഉണക്കിയതാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് ശേഷത്തെ കല്ലിൽ അലക്കാനുള്ളതാണ്ടത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്പോട്ടിൽ തന്നെ എല്ലാ പണികളും എടുക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കാലിൽ വെരിക്കോസ് ഉള്ളതുകൊണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഇനിയും അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ തോന്നില്ല കേട്ടോ. കാരണം 2 ദിവസമായി ഇറക്കാനുള്ളതൊക്കെ ബാഗിലാക്കിയിട്ട് അപ്പോൾ ഇനിയും എടുത്ത് വെക്കണ്ടേ. അപ്പോൾ പിന്നെ അതെനിക്കൊരു മനസ്സൊക്കെ ഒരു തൃപ്തി ആവണമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല കേട്ടോ. അലക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നല്ലോണം എന്നുണ്ട് കാല് നീട്ടി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷിബിലി മോൻ്റെ പെരുന്നാൾക്കുള്ള ഫാൻ്റാണ് കേട്ടോ. നല്ലോണം കളർ ഇളക്കുന്നുണ്ട്. അങ്ങനത്തെ അൽഹംദുലില്ലാ കല്ലിൽ അലക്കലൊക്കെ കഴിഞ്ഞതാ. ഡ്രസ്സുകളൊക്കെ നല്ല വെള്ളം ഉപയോഗിച്ച് ഒരുപാട് തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ എപ്പോൾ അലക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങാലല്ലേ, മെഷീനിലിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ കൂടുതലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മെഷീനിലിട്ട് അലക്കും. പക്ഷേ ഞാൻ ഉണക്കാറില്ല കേട്ടോ. കാരണം വേനൽക്കാലല്ലേ, നല്ല വെയിലല്ലേ. അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. ഇവിടെ പിന്നെ മുറ്റത്ത് ഷീറ്റിൻ്റെ ചോട്ടണായില്ല, അതുകൊണ്ട് പിന്നെ ആ കത്തിലിട്ട് ഉണങ്ങുള്ളൂ. പിന്നെ കൂടുതലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ മുകളിൽ കൊണ്ടായിട്ടാണ് കേട്ടോ ഉണക്കാറ്. അങ്ങനത്തെ അൽഹംദുലില്ലാ കല്ലിൽ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ അലക്കി വരുമ്പോഴൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കത് ആദ്യം മെഷീനിലിട്ട് അലക്കിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ വന്ന് നോക്കിയപ്പോഴേ ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉണങ്ങിയതൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്ത് വെച്ചു. എന്നിട്ട് അവിടെ തന്നെ മറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഉണക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ ഉണക്കിയതിന് ശേഷം അടുത്ത പണി തുടങ്ങിയിട്ടോ. ചെരുപ്പാളുണ്ടായിരുന്ന എല്ലാവരും മണലായിരുന്നു കേട്ടോ. ചെരുപ്പിന് ഷൂസിൻ്റെ ഉള്ളിലൊക്കെ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നെയ്ച്ചോറ് വെച്ച പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കും മുറ്റത്ത് വീണ്ടും കച്ചറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കാനുള്ളത് മുകളിൽ കൊടുന്നിട്ട് കേട്ടോ. ഞാൻ അലക്കി വന്നപ്പോഴേക്കും നമ്മൾ ഫിനിമോള് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിയിട്ടോ. പിന്നെ ഷിബിലി മോനും അപ്പോഴും ഉറങ്ങുക തന്നെയാണേ.
പിന്നെ ഇക്കും കിടന്നിറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൂറിൻ്റെ വിശേഷങ്ങൾ. ടൂർ പോയി വന്നിട്ട് നല്ലോണം പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു.